സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ച പ്രിയ അച്ഛന്മാരെ, ഇന്ന് സമരവേദിയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന സഹോദരന്മാരെ, മുനമ്പം നിവാസികളെ, പ്രിയപ്പെട്ട കോതമംഗലം രൂപത പിതൃവേദി ഭാരവാഹികളെ, വിമതം ഇടവക അംഗങ്ങളെ, ഈ സമരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കോതമംഗലം രൂപതയിൽ നിന്ന് വൈദികർ ഞങ്ങൾ കുറേ പേര് അവിടെ പോന്നു. കൃത്യമായിട്ട് വഴി എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പലയിടത്തു നിന്ന് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് സമരം നടക്കുന്ന പള്ളി എന്ന്. പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. എവിടെ സമരം, എന്ത് സമരം എന്നൊക്കെ ചിലരൊക്കെ വഴി സൈഡിൽ ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെയേറെ മാറിയിരിക്കുന്നു. ഇന്ന് വഴി ചോദിച്ചപ്പോൾ ഞങ്ങൾ ബാനറുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇടത്തോട്ട് പോക്കൂ, വലത്തോട്ട് പോക്കൂ, സമരം നടക്കുന്ന സ്ഥലത്തേക്ക്. വഴി ചോദിക്കാതെ തന്നെ ആളുകൾ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതാനും 40 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ സമരം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടപ്പോഴും ആരും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സമീപവാസികൾക്ക് പോലും അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. എങ്കിൽ ഇന്ന് 41-ാം ദിവസമാകുമ്പോൾ ഇവിടെ ചെറുതായി തുടങ്ങിയ ഒരു തീപ്പൊരി ഇന്ന് ഇന്ത്യ മുഴുവനും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ചേറായി അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇന്ന് ചേറായിയേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മുനമ്പം മാറിയിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ തങ്ങൾ നേരിട്ട ആ വലിയ പ്രതിസന്ധിയിൽ ഒറ്റക്കെട്ടായി ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ അണിനിരുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ തീപ്പൊരി പടർന്ന് പന്തലിച്ചു എന്നുള്ളത്. നമുക്ക് ഏവർക്കും അഭിമാനകരമായ ഒരു മുന്നേറ്റമാണിത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും മറ്റ് വൈദികരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. പറഞ്ഞു വന്നത്, നമ്മൾ ചെറുതായി തുടങ്ങിയ ഈ സമരം ഇന്ന് ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. വഖഫ് എന്നൊരു വാക്ക് ഒരുപക്ഷെ ഞങ്ങളൊക്കെ കേൾക്കുന്നത് 2 മാസം മുൻപാണ്. അതിനൊരു വാക്ക് കേട്ടിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ വഖഫ് എന്ന വാക്ക് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു വലിയ സമരത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളികളായി മാറുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു വിജയമായിട്ടും വലിയൊരു പ്രതീക്ഷയായിട്ടും ഞങ്ങൾ കണക്കാക്കുകയാണ്. ഈ വഖഫ് നിയമത്തെക്കുറിച്ചൊക്കെ ഇവിടെ പല രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുവാൻ വന്നു. അവരെല്ലാവരും പൊതുവായി പറഞ്ഞൊരു കാര്യമുണ്ട്, മുനമ്പം നിവാസികൾ നിരപരാധികളാണ്, അവർ പാവങ്ങളാണ്, അവർ കഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും പറഞ്ഞു അവരെല്ലാം നിരപരാധികളാണ്. പക്ഷെ അവർ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, പിന്നെ ആരാണ് അപരാധികൾ? ഈ സ്ഥലം പാട്ടത്തിന് കൊടുത്ത രാജാവാണോ അപരാധി? അത് വാങ്ങിയ സേട്ടാണോ അപരാധി? അത് ഫറൂഖ് കോളേജിൽ എഴുതി കൊടുത്ത സേട്ടാണോ അപരാധി? 5 ഇരട്ടി വില കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്ന് വീണ്ടും നമ്മുടെ സ്ഥലം വാങ്ങിക്കേണ്ടി വന്ന നമ്മളാണോ അപരാധികൾ? ഇനി കോൺഗ്രസ് ഗവൺമെൻറ്റാണോ അപരാധി? ഇടതുപക്ഷ ഗവൺമെൻറ്റാണോ അപരാധി? നിസാർ കമ്മീഷൻ നിയോഗിച്ചവരാണോ അപരാധി? നിസാർ കമ്മീഷനാണോ അപരാധി? ഇനി വഖഫ് ബോർഡാണോ അപരാധി? ഇത് ഇവിടെ വന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിരപരാധികളാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ആരാണ് അപരാധി, ആരാണ് തെറ്റ് ചെയ്തതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ആരാണ് അപരാധി എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചറിയുവാൻ കാരണമായത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സമരങ്ങളും പൊളിക്കുവാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗം ജാതിക്കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ജാതിക്കാർഡ് എടുത്ത് ഏതെങ്കിലും ജാതിക്കാർ, ഏതെങ്കിലും മതക്കാർ,
ഏതൊരു വിഭാഗത്തിൻ്റെ സമരമാണ് ഇതെന്ന് വരുത്തി ചേർത്ത് അടിച്ചമർത്തുന്ന, ഭിന്നിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ഏതിലും എന്തിലും വർഗീയത കലർത്തി അവിടെ നിന്ന് രക്തം ഊറ്റിക്കൊടിക്കുന്ന ചെന്നായ്ക്കൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഈ ധാർമ്മിക സമരത്തെയും ഒരു രാഷ്ട്രീയ സമരമായും, ഒരു മതപരമായ സമരമായും, ഒരു വർഗീയ സമരമായി ചിത്രീകരിക്കുന്നവർ ധാരാളമുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവരുടെ വസ്ത്രത്തിൻ്റെ നീളവും വസ്ത്രത്തിൻ്റെ നിറവും നോക്കി അവരെയൊക്കെ വേർതിരിച്ച് അവരെയൊക്കെ സൈഡിലേക്ക് മാറ്റി നിർത്തുവാൻ പരിശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ വസ്ത്രം ധർമ്മത്തിൻ്റെ വസ്ത്രമാണ് എന്നും നീതിയുടെ വസ്ത്രമാണ് എന്നും കൂട്ടായ്മയുടെ വസ്ത്രമാണ് എന്നും അവർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രത്തിന് നീളമല്ല, നിലപാടുകളാണ് പ്രധാനപ്പെട്ടതെന്ന് രാഷ്ട്രീയക്കാർ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ധാർമ്മിക സമരങ്ങളുടെ പിന്നിൽ ധാരാളം ക്രൈസ്തവരുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ കുടിയേർക്ക് സമരമുണ്ടായപ്പോൾ ഞങ്ങൾ വൈദികർ തീവ്രമായി നിലപാടുകളെടുത്ത് ജനങ്ങളെ കൂടെ നിന്നവരാണ്. വടക്കേലസിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ വൈദികർ വളരെ ശക്തമായി സമരമുറകൾ നയിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക പുരോഹിതർക്ക് സമരം എന്നത് ഒത്തിരിയല്ല. അപ്പോൾ ഈ ധാർമ്മിക സമരത്തിന് തീർച്ചയായിട്ടും കോതമംഗലം രൂപതയുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യണം. അതോടൊപ്പം തന്നെ മീൻമുന്ന ഇടവകയുടെ പിതൃവേദി അംഗങ്ങളാണ് ഞങ്ങൾ കുറേ പേര് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ധാർമ്മിക പിന്തുണയും നിങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ്. ഈ കാടൻ നിയമം മാറ്റി എഴുതുന്നവരെ നമ്മളെല്ലാവരും സമരമുഖത്തുണ്ടാകും. വ്യത്യസ്തമായ രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ശാരീരികമായി സന്നിഹിതരാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ധാർമ്മികമായ സമരം ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോകേണ്ടതല്ല, പിന്തിരിപ്പിക്കേണ്ടതല്ല. ഒരുപക്ഷെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, പുറകോട്ട് നമ്മളെ വലിക്കുന്ന പല വ്യക്തികളും പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും ഉണ്ടാകും. അവരുടെ വലയിലൊന്നും കുടുങ്ങാതെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഈ 41 ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ 82 ദിവസവും 166 ദിവസവും നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം നമ്മുടെ സമരം എന്ന് പറയുന്നത് ഏതാനും ചില വ്യക്തികളോടല്ല, ഒരു കിരാതമായ നിയമത്തോടാണ്. ആ നിയമമുണ്ടാക്കി വോട്ട് ബാങ്കാക്കി ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് മുൻപിലുള്ള പാത ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല, പൂർണ്ണിതമായിരിക്കില്ല. ക്ലേശത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വിജയം നമ്മുടേത് മാത്രമാണ്. കാരണം ഈ സമരം ധാർമ്മികമാണ്, നന്മയ്ക്കുള്ള പക്ഷത്താണ്, നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അക്രമരഹിതമായ ഈ സമരം വിജയിച്ചേ മതിയാവുകയുള്ളൂ. ഇത് വിജയിച്ചില്ല എങ്കിൽ അത് തിന്മയുടെ വിജയമായിരിക്കും. ഈ സമരം വിജയിച്ചില്ല എങ്കിൽ അത് നന്മയുടെ പരാജയമായിരിക്കും. അതുകൊണ്ട് ഈ ധാർമ്മികമായ സമരം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ഇടവകയിലും രൂപതയിലൊക്കെ ഞങ്ങൾ ആശയ പ്രചരണങ്ങൾ നടത്തുകയും ആളുകളുടെ പിന്തുണകളൊക്കെ നേടുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും നിങ്ങളുടെ വേദനയിലൊക്കെ അവരൊക്കെ പങ്കുചേരുകയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും കൂടെ വരുവാനോ നേരിട്ട് പിന്തുണ അറിയിക്കുവാനൊക്കെ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആശയ പ്രചരണങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വൈദിക ശ്രേഷ്ഠരുടെയും വൈദികരുടെയും അവിടുന്ന് പിതാക്കന്മാരുടെയും സഭയുടെയൊക്കെ പിന്തുണ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടന്ന എല്ലാ സമരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയ ഒരു സമരം മുനമ്പം സമരമാണ്. അവിടുന്ന് പിതാക്കന്മാരും നാനാജാതി മതസ്ഥരായ വ്യക്തികളും
സമുദായ നേതാക്കന്മാരൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന ഒരു സമരമാണ്. അതിന് കാരണം നിങ്ങളാണ്. കാരണം വിഭാഗീയത ഇല്ലാതെ തെറ്റിദ്ധാരണകൾ പരത്താതെ ധാർമ്മികമായ സമരമാണ് എന്ന മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ സമരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ പിന്തുണ നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ അറിയിക്കുന്നു. ഈ സമരം ഏറ്റവും ധീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്, അതിന് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.